ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും മൈൻഡ് ലൂം ഇൻഷുറൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചൊരു കാര്യമാണ് ഈ ജി എസ് ടിയെ കുറിച്ചിട്ട്. അതായത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് 2025 സെപ്റ്റംബർ 22 മുതൽ ജി എസ് ടി ഇല്ലയെന്ന് കേട്ടു. അതിൻ്റെ ആനുകൂല്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കുമോ, ഓൾറെഡി പോളിസി എടുത്തവർക്ക് ലഭിക്കുമോ, തുടങ്ങിയ ഒരുപാട് സംശയങ്ങളാണ് എല്ലാവർക്കും. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ജി എസ് ടിയെ കുറിച്ച് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 2025 സെപ്റ്റംബർ വരെ, സെപ്റ്റംബർ 22 കൃത്യമായിട്ട് പറഞ്ഞാൽ, അതുവരെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതിന് രണ്ടിനും സെൻട്രൽ ഗവൺമെൻറ് ജി എസ് ടി ഉണ്ടായിരുന്നു. 18% ജി എസ് ടി. നമ്മൾ എത്രയാണോ പ്രീമിയം അതിൻ്റെ മുകളിൽ 18% കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ആശ്വാസമായിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ്. 2025 സെപ്റ്റംബർ 22 മുതൽ സീറോ ജി എസ് ടി ആണ് ലൈഫ് ഇൻഷുറൻസ് അതുപോലെ ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസിനും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടുക നോക്കാം. നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസിന് പ്രീമിയം അടച്ചവർ, അതായത് 2025 സെപ്റ്റംബർ 22 മുമ്പേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടച്ചവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അവരിനി പുതുക്കുന്ന സമയത്ത്, അവരെ ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബർ 22 2025 ശേഷമാണെങ്കിൽ അവർക്ക് ജി എസ് ടി ഉണ്ടാവില്ല, സീറോ ജി എസ് ടി ആയിരിക്കും. അതാണ് ഇതിൽ വ്യത്യാസം. ഇനി പുതിയതായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ 2025 സെപ്റ്റംബർ 22 ശേഷം എടുത്തു കഴിഞ്ഞാൽ അവർക്കും ജി എസ് ടി ഇല്ലാത്ത പ്രീമിയം കുറഞ്ഞിട്ടുള്ള പ്രീമിയം ആപ്ലിക്കബിൾ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം, ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നമ്മൾ ചിലപ്പോൾ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഇയർലി ഒക്കെ പ്രീമിയം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഓൾറെഡി ഇപ്പം നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് വിത്ത് ജി എസ് ടി എമൗണ്ട് ആയിരിക്കും. 2025 സെപ്റ്റംബർ 22 ശേഷം നിങ്ങളെ പ്രീമിയം കുറയും. അത് പ്രീമിയം കമ്പനി വിത്തൗട്ട് ജി എസ് ടി ആക്കുന്ന സമയത്ത് പ്രീമിയം കുറയേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നിങ്ങൾ കമ്പനിയായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ആ ഒരു ആനുകൂല്യം ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളെ ജി എസ് ടി ഇല്ലാത്ത എമൗണ്ടിലേക്ക് ആയിട്ട് പ്രീമിയം കുറയുന്നതായിരിക്കും. നിങ്ങൾ 2025 മുമ്പായിട്ടോ എപ്പോഴാലും പ്രീമിയം എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല, ഇത് ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂവൽ ഡേറ്റ് 2025 സെപ്റ്റംബർ 22 ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾ നേരത്തെ എടുത്തിട്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. അഥവാ ലഭിച്ചിട്ടില്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പനിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം കംപ്ലീറ്റ് ആയി ലഭിക്കും. ഓക്കെ, താങ്ക് യു.